സ്നേഹം, ദിവ്യസ്നേഹം, സ്നേഹം, ദിവ്യസ്നേഹം. സദൃശവാക്യങ്ങൾ 30-ാം അധ്യായം 24-ാമത്തെ വാക്യം മുതൽ വായിക്കാം. ഭൂമിയിൽ എത്ര ചെറിയവയെങ്കിലും അത്യന്തം ജ്ഞാനമുള്ളവയായിട്ട് 4 ഉറുമ്പ് ബലഹീനജാതി എങ്കിലും അത് വേനൽക്കാലത്ത് ആഹാരം സമ്പാദിച്ചു വയ്ക്കുന്നു. കുഴിമുയൽ ശക്തിയില്ലാത്ത ജാതി എങ്കിലും അത് പാറയിൽ പാർപ്പിടം ഉണ്ടാക്കുന്നു. വെട്ടുക്കിളിക്ക് രാജാവില്ല എങ്കിലും അതൊക്കെയും അണിയണിയായി പുറപ്പെടുന്നു. പല്ലിയെ കൈകൊണ്ട് പിടിക്കാം എങ്കിലും അതു രാജാക്കന്മാരുടെ അരമനകളിൽ പാർക്കുന്നു. ശലോമോൻ ദൈവത്തിൽ നിന്നും പ്രാപിച്ചെടുത്തതായ ജ്ഞാനത്താൽ സകല സൃഷ്ടികളിലും സകല വ്യക്തികളിലും സകല ജീവികളിലും ഉള്ളതായ ദൈവത്തിൻ്റെ ഉദ്ദേശങ്ങളെക്കുറിച്ചും ദൈവത്തിൻ്റെ ഹിതത്തെക്കുറിച്ചുമുള്ളതായ പാഠങ്ങൾ പഠിച്ചെടുക്കുവാൻ ഇടയായി. അവൻ എഴുതിയിരിക്കുന്നതായ ഈ സദൃശ്യവാക്യങ്ങളിൽ ഇവിടെ ചെറിയ കാര്യങ്ങളെക്കുറിച്ചാണ് സംസാരിക്കുന്നത്. നമ്മുടെ ദൈവം വലിയ ദൈവമാണ്, ഉന്നതനാണ്. എന്നാൽ ചെറിയ വിഷയങ്ങളിലും അവൻ മനസ്സുവയ്ക്കുന്നതായ ദൈവമാണ്. ബലഹീനതരെ അവൻ ബലപ്പെടുത്തുന്നു, നിരാശിതരെ അവൻ ആശ്വസിപ്പിക്കുന്നവനാണ്. ആശ്വാസമാരുമില്ലാതെ എല്ലാവരാലും തള്ളപ്പെട്ടതായ ആളുകളിൽ അവൻ ദൃഷ്ടിവെക്കുന്നു. വലിയവർ വലിയൊരുമായിട്ട് സ്നേഹബന്ധങ്ങൾ, വലിയൊരുമായിട്ടായിരിക്കും ഇടപാടുകൾ നടത്തുന്നത്. എന്നാൽ വലിയവനായ ദൈവം, അനന്തമായ ഈ സൃഷ്ടിയെ സൃഷ്ടിച്ചതായ ദൈവം നമ്മുടെ മേൽ അവൻ്റെ ദൃഷ്ടി വച്ചിരിക്കുന്നു. ഈ ആകാശത്തെയും അനന്ത സൃഷ്ടിയെയൊന്നും ഒരു മനുഷ്യനും പൂർണ്ണമായിട്ട് പഠിക്കാൻ കഴിയില്ല. ഇന്ന് ഒരുപാട് ആളുകൾ, ശാസ്ത്രീയമായ കണ്ടുപിടുത്തങ്ങൾ നടത്തുന്നവർ, ആകാശമണ്ഡലത്തിൽ കൂടി അതിനെക്കുറിച്ച് പഠിക്കുവാൻ പോകുന്ന ആളുകൾ ദൈവത്തിൻ്റെ സൃഷ്ടിയെക്കുറിച്ച് പൂർണ്ണമായിട്ടും മനസ്സിലാക്കുവാനായിട്ട് കഴിയുന്നില്ല. അവ എത്രയെന്ന് മനസ്സിലാക്കുവാൻ കഴിയുന്നില്ല. അവർ ഒരുപാട് അകലങ്ങളിലുള്ള പുതിയ പുതിയ നക്ഷത്രങ്ങൾ കണ്ടുപിടിക്കുന്തോറും പുതിയവ വീണ്ടും കണ്ടുകൊണ്ടേയിരിക്കുകയാണ്. ആകാശമണ്ഡലമെന്ന് പറയുമ്പോൾ അത് ഒരുപാട് ബൃഹത്തായതാണ്. ഇത്രയും വലിയ ഒരു സൃഷ്ടി ഉണ്ടായിട്ടും അവൻ്റെ കണ്ണുകൾ നമ്മുടെ മേലാണുള്ളത്. തൻ്റെ ഏകജാത പുത്രനെ ഏൽപ്പിച്ചു കൊടുക്കുവാൻ തക്കവണ്ണം ദൈവം ലോകത്തെ ഒരുപാട് സ്നേഹിക്കുവാൻ ഇടയായി. നാം നിവസിക്കുന്നതായ ഈ ഭൂമി വലിയതാണോ? വലുതാണോ? വലിയതാണ്. നമുക്ക് വലുതാണ്. എന്നാൽ ദൈവത്തിൻ്റെ ദൃഷ്ടിയിൽ നോക്കുമ്പോൾ ഭൂഗോളം എന്നത് വലുതാണോ? സൃഷ്ടികളിൽ സൂര്യനെ വെച്ച് നോക്കുമ്പോൾ ഭൂമി വലുതാണോ ചെറുതാണോ? ഭൂഗോളത്തെക്കാൾ സൂര്യൻ വളരെ വലുതാണ്. അതുപോലെ നക്ഷത്രങ്ങൾ വലുതാണോ ചെറുതാണോ? അവ മിന്നുന്നത് കാണുമ്പോൾ നാം ചിന്തിക്കും ചെറുതാണെന്ന്. എന്നാൽ സൂര്യനേക്കാൾ വലുതായ ഒരുപാട് നക്ഷത്രങ്ങൾ, ഭൂമിയേക്കാൾ വലിയ ഒരുപാട് നക്ഷത്രങ്ങളുണ്ട്. സൂര്യനും ഒരു നക്ഷത്രം തന്നെയാണ്. നാം ചിന്തിച്ചു നോക്കുമ്പോൾ 1,86,000 മൈൽ വേഗത്തിലാണ് പ്രകാശം സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത്. ചില നക്ഷത്രങ്ങളുടെ വെളിച്ചം ഭൂമിയിൽ പതിക്കുന്നതിന് വേണ്ടി 2 വർഷം എടുക്കുമെന്നാണ് പറയുന്നത്. അപ്പോൾ മനസ്സിലാക്കണം എത്ര ദൂരത്തിലായിരിക്കുന്നു അവ സ്ഥിതി ചെയ്യുന്നതെന്ന്. എന്നാൽ ദൈവത്തിൻ്റെ ദൃഷ്ടി ഭൂമിയിലാണ്. കാരണം ഭൂമിയിൽ മാത്രമാണ് അവൻ സൃഷ്ടിച്ചിരിക്കുന്ന മനുഷ്യൻ ആയിരിക്കുന്നത്. ചന്ദ്രനിലുണ്ടോ എന്ന് കണ്ടുപിടിക്കാൻ പോയി, ഇല്ല എന്ന് മനസ്സിലായി. അതുപോലെ ഇതര ഗോളങ്ങളിൽ മനുഷ്യവാസമുണ്ടോ എന്ന് പരിശോധിച്ചു, ഇല്ല എന്ന് മനസ്സിലായി. സാധ്യതകളൊന്നും തന്നെ കണ്ടില്ല. ഈ മറ്റു ഗോളങ്ങളെയെല്ലാം ഭൂമിക്ക് വേണ്ടിയാണ് ദൈവം സൃഷ്ടിച്ചത്. ഈ ഭൂമി ശൂന്യതയിൽ തൂങ്ങിക്കിടക്കുന്നതാണ്. അങ്ങനെയുള്ളതാണ് ഭൂമി. സൂര്യനെ ചുറ്റി സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നതായ ഭൂമി ഉൾപ്പെടെ ഉള്ളതായ ഗ്രഹങ്ങളെക്കുറിച്ച് നിങ്ങൾ ചിന്തിച്ചു നോക്കുക. ദൈവത്തിൻ്റെ സൃഷ്ടി എത്ര മഹത്തരമാണ്, എത്ര അത്ഭുതകരമായിട്ടാണ് ദൈവം ഇവയെല്ലാം ആക്കി വച്ചിരിക്കുന്നത്. മനുഷ്യൻ്റെ ചിന്തയ്ക്ക് അതീതമായിരിക്കുന്ന സൃഷ്ടിയാണിത്. എന്നിരുന്നാലും ദൈവത്തിൻ്റെ ദൃഷ്ടി ഭൂമിയിലുള്ള മനുഷ്യൻ്റെ മേലാണ്. ഫുട്ബോൾ മാച്ച് കണ്ടിരിക്കുന്ന ആളുകൾ കൈ ഉയർത്താമോ? ടി വിയിൽ പോലും കണ്ടിട്ടില്ലേ? അതിന് വലിയൊരു സ്റ്റേഡിയം ആവശ്യമാണ്. ആ സ്റ്റേഡിയത്തിൽ 2 ടീമുകൾ കളിക്കുന്നത് കാണാം.
രണ്ട് ടീമുകളും വ്യത്യസ്തമായ നിറത്തിലുള്ള വസ്ത്രങ്ങൾ ധരിക്കുന്നു. അതുപോലെ റെഫറിയുണ്ട്. അതുപോലെ ടിക്കറ്റ് എടുത്ത് ആ കളി കാണുന്നതിന് വേണ്ടി ആയിരക്കണക്കിന് ആളുകൾ ഗ്യാലറിയിലിരിക്കും. ഒരുപാട് ക്യാമറകളുണ്ട്. കളി കണ്ടുകൊണ്ടിരിക്കുന്ന ആയിരക്കണക്കിന് ആളുകൾ. അതുപോലെ കമന്ററി പറയുന്ന ആളുകൾ, വീഡിയോ ക്യാമറ വെച്ച് അത് നോക്കുന്ന ആളുകൾ, അങ്ങനെ അനേകം ആളുകളെ കാണാം. അവരുടെയെല്ലാം ദൃഷ്ടി എവിടെയാണ്? ആ ചെറിയൊരു ഫുട്ബോൾ, വളരെ ചെറുതായിരിക്കുന്ന ഒരു ഫുട്ബോളാണ്. കാണികളെല്ലാം അതിൻ്റെ പിറകെയാണ് പോകുന്നത്. അത് കമന്ററി പറയുന്ന ആളുകൾ അത് നോക്കിയിരിക്കുന്നു. എന്തുകൊണ്ടാണ്? എല്ലാവരുടെയും ശ്രദ്ധ അതിലേക്ക് പോകുന്നു. അത് ആ ഫുട്ബോളാണ്. അതിൻ്റെ ചലനങ്ങളാണ് ജയത്തെയും പരാജയത്തെയും തീരുമാനിക്കുന്നത്. അതുപോലെ ഇത്രയും വലിയ സൃഷ്ടിയിൽ ദൈവത്തിൻ്റെ ദൃഷ്ടി ഈ ഭൂമിയുടെ മേലാണ്. എന്തുകൊണ്ടെന്നാൽ അവൻ്റെ സ്വരൂപത്തിലും അവൻ്റെ സാദൃശ്യത്തിലും സൃഷ്ടിക്കപ്പെട്ട നാം ഇവിടെയായിരിക്കുന്നത് കൊണ്ട്. സ്വർഗം എൻ്റെ സിംഹാസനവും ഭൂമി എൻ്റെ പാദപീഠവുമാകുന്നു എന്ന് പറഞ്ഞു. ഭൂമി മുഴുവനും നോക്കിയാൽ അവനൊരു ചപ്പാത്തി പീഠമാണ്. ഭൂമി മുഴുവനും അവൻ്റെ മുൻപിൽ എന്താണ്? ഒരു ചപ്പാത്തി പീഠം പോലെയാകുന്നു. അതിൽ ഇന്ത്യ എത്രയുമുണ്ട്. ഇന്ത്യയിൽ കേരളം എത്രയുണ്ട്. കേരളത്തിൽ നീ താമസിക്കുന്ന പ്രദേശം, ആ വലിയ ജില്ല, അതിനുള്ളിലെ ചെറിയ സ്ഥലം, അവിടെ നീ താമസിക്കുന്നു, ഒരു കരട് പോലെ. എന്നാൽ ദൈവം നിന്നെ അറിയുന്നു. അവൻ നിന്നെ കാണുന്നുണ്ട്. നീ എത്ര ചെറിയ വ്യക്തി ആണെങ്കിലും ദൈവത്തിൻ്റെ ദൃഷ്ടി നിന്റെ മേലുണ്ട്. എത്ര മഹത്വമാണിതല്ലേ? യേശുക്രിസ്തുവിനെക്കുറിച്ച് മനസ്സിലാക്കിയാൽ, അവൻ്റെ സ്നേഹത്തെക്കുറിച്ച് നാം തിരിച്ചറിഞ്ഞാൽ, സാധാരണക്കാരായിരിക്കുന്ന നമ്മെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ ഉദ്ദേശങ്ങളെ മനസ്സിലാക്കിയാൽ നാം ഭാഗ്യവാന്മാരായിട്ട് മാറും. ചെറിയൊരു ഉറുമ്പിനെ സംബന്ധിച്ച് നോക്കുക. മനുഷ്യനുമായിട്ട് താരതമ്യം ചെയ്താൽ ആ ഉറുമ്പിൻ്റെ വലിപ്പം എത്രയുണ്ട്? നാം അതിനു മുമ്പിൽ എത്ര വലുതാണ്? ഉറുമ്പിൻ്റെ തല നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഉറുമ്പിൻ്റെ തലയെക്കുറിച്ച് ശ്രദ്ധിച്ചു നോക്കിയിട്ടുണ്ടോ നിങ്ങൾ? അതിന് എത്രയും വലിപ്പമുണ്ട്. നമ്മൾ നോക്കുമ്പോൾ എത്ര ചെറിയ ഒരു ഭാഗമാണത്. ആ ഉറുമ്പിൻ്റെ തലയ്ക്കുള്ളിൽ ജ്ഞാനം വച്ചിരിക്കുന്നവനാണ് നമ്മുടെ ദൈവം. ആ ഉറുമ്പിൻ്റെ തലയ്ക്കുള്ളിൽ ബുദ്ധിയുണ്ട്. മടിയാ, എൻ്റെ സ്വരൂപത്തിലും സാദൃശ്യത്തിലും സൃഷ്ടിക്കപ്പെട്ടതായ മനുഷ്യ, എടാ മടിയാ, നീ എഴുന്നേറ്റ് ഉറുമ്പിൻ്റെ അടുക്കൽ ചെന്നിട്ട് അവയിൽ നിന്ന് ജ്ഞാനം എന്താണെന്ന് പഠിക്കുക. ചെറിയ വിഷയങ്ങളിൽ നിന്ന് വലിയ പാഠങ്ങൾ പഠിപ്പിക്കുന്നവനാണ് കർത്താവ്. ചെറിയ വിഷയങ്ങളിൽ വലിയ സത്യങ്ങൾ ഒളിപ്പിച്ചു വച്ചിരിക്കുന്നവനാണ് നമ്മുടെ ദൈവം. എന്നെക്കൊണ്ടൊന്നിനും കൊള്ളില്ല, എനിക്കൊരു കഴിവുമില്ല എന്ന് ചിന്തിക്കുന്ന ആളുകൾ, നിങ്ങൾ ഭാരപ്പെടേണ്ട കാര്യമില്ല. ദൈവത്തിൻ്റെ ദൃഷ്ടിയിൽ നിങ്ങൾ വളരെ വിലയേറിയതായ ആളുകളാണ്. നിങ്ങളിൽ എന്തെല്ലാമോ ശ്രേഷ്ഠതകൾ ദൈവം ആക്കി വച്ചിട്ടുണ്ട്. ഉറുമ്പിനവർ ജ്ഞാനം കൊടുത്തിരിക്കുന്നുവെങ്കിൽ നിന്റെ വിഷയത്തിൽ ദൈവം എത്രയോ വൻ കാര്യങ്ങൾ ചെയ്യും. ഉറുമ്പിനെ നോക്കി വഴി പഠിക്കുക. എന്നാൽ മനുഷ്യൻ പിശാചിന് ഇടം കൊടുത്ത് അവൻ്റെ ജീവിതത്തിൽ ദൈവത്തിൻ്റെ പദ്ധതികളെ നഷ്ടപ്പെടുത്തി കളയുവാൻ ഇടയായി. അതാണ് സംഭവിച്ചത്. ആദ്യകാലത്ത് ആദാം ദൈവം സൃഷ്ടിച്ചതായ സകല മൃഗങ്ങൾക്കും പക്ഷികൾക്കും ആദാം തന്നെയാണ് പേരിട്ടത്. അത്രത്തോളം ജ്ഞാനം ദൈവം അവന് കൊടുത്തു. ഏയ് സിംഹം ഇവിടെ വരുമെന്ന് ആദാം വിളിക്കുമ്പോൾ സിംഹം വാലും താഴ്ത്തി മര്യാദയ്ക്ക് വരുമായിരുന്നു. പുള്ളിപ്പുലികൾ പൂച്ചക്കുട്ടിയെ പോലെ വരുമായിരുന്നു. ജന്തുക്കൾക്കും മനുഷ്യനും തമ്മിൽ ഭയമില്ലായിരുന്നു. എന്നാൽ പാപം വന്നത് മൂലമായി ഇന്ന് നാം മൃഗങ്ങളെ കാണുമ്പോൾ നാം ഭയപ്പെടുന്നു. അതുപോലെ തന്നെ ജന്തുക്കൾ നമ്മെ കണ്ട് ഭയപ്പെടുന്നു. നായ്ക്കൾ സാധാരണ എന്തിനാണ് കുരയ്ക്കുന്നത് പറയുക? നമ്മെ കാണുന്ന സമയത്ത് എന്തിനാണ് നായ്ക്കൾ കുരയ്ക്കുന്നത്? അവ നിന്നെ കണ്ട് ഭയപ്പെട്ടാണ് കുരയ്ക്കുന്നത്. നീ അതിനെ കണ്ട് ഭയപ്പെട്ട് ഓടാനിടയാകും. നിന്നെ കണ്ട് ഭയന്നിട്ടാണത് കുരയ്ക്കുന്നത്. അതാണ് പറയുന്നത്, കുരയ്ക്കുന്ന പട്ടി കടിക്കുകയില്ല എന്ന്. അവ നിന്നെ കണ്ട് ഭയന്നാണ് കുരയ്ക്കുന്നത്. എന്നാൽ നാം നായയുടെ കുര കേട്ട് ഭയന്നു പോവുകയാണ്. ദൈവത്തിൻ്റെ പദ്ധതികളെ മനുഷ്യൻ താറുമാറാക്കി കളഞ്ഞു. അതാണ് ദൈവം പറയുന്നത്, ഞാൻ ജന്തുക്കളെ ഉപയോഗിക്കും. നോക്കുക, ദൈവം കഴുതയെ ഉപയോഗിച്ച് സംസാരിപ്പിക്കുവാനിടയായി. പ്രവാചകനെ നേരെയാക്കാൻ വേണ്ടി ദൈവം കഴുതയെ കൊണ്ട് സംസാരിപ്പിച്ചു. ആരെയായിരുന്നു? ബിലയാമിനെ. പത്രോസ് കർത്താവിനെ തള്ളിപ്പറഞ്ഞപ്പോൾ കോഴിയെ ദൈവം ഉപയോഗിച്ചു. കോഴിയുടെ കൂവൽ കേട്ടപ്പോഴാണ് പത്രോസ് താൻ ചെയ്ത തെറ്റ് തിരിച്ചറിഞ്ഞ കർത്താവിനെ നോക്കിയത്. കോഴി കൂകിയതായ സമയത്തായിരുന്നു. അതുമാത്രമല്ല, വേദപുസ്തകത്തിൽ പറയുന്നു, പിന്നീടുള്ള ഓരോ ദിവസങ്ങളിലും കൊക്കരോക്കോ എന്ന കോഴി കൂകുന്ന ഓരോ സമയത്തും കർത്താവിനെ ഓർത്ത് പത്രോസ് പറയും, കർത്താവേ എന്നോട് ക്ഷമിക്കണമേ, ഞാൻ തള്ളിപ്പറഞ്ഞു, എന്നോട് ക്ഷമിക്കണമേ. അങ്ങനെ കോഴിയെക്കൊണ്ട് പ്രാർത്ഥന പഠിപ്പിച്ചവനാണ്. യോനയെ എത്തേണ്ടതായ സ്ഥലത്ത് എത്തിച്ചേർക്കുവാൻ വേണ്ടി ദൈവം മത്സ്യത്തെ ഉപയോഗിക്കുവാൻ
ഇടയായതായിട്ട് കാണാം. പ്രവാചകനായ ഏലിയാവിന് ആഹാരം കൊടുക്കുവാൻ ദൈവം കാക്കയെ ഉപയോഗിച്ചു. അങ്ങനെയെങ്കിൽ നിന്നെ എന്തുകൊണ്ട് ഉപയോഗിച്ചുകൂടാ? നമ്മെ എല്ലാവരെയും ദൈവം തീർച്ചയായിട്ടും ഉപയോഗിക്കും. നമ്മെ കൂടുതലായിട്ട് ഉപയോഗിക്കാൻ ദൈവം ആഗ്രഹിക്കുന്നു. എന്നാൽ നാം ദൈവത്തിന് ഇടം കൊടുക്കുന്നില്ല. അതുകൊണ്ടാണ് നമ്മുടെ ജീവിതത്തിൽ നടക്കാത്തത്. ശ്രദ്ധിക്കുക, ഉറുമ്പ് ബലഹീന ജാതിയെങ്കിലും അത് വേനൽക്കാലത്ത് ആഹാരം സമ്പാദിച്ചു വയ്ക്കുന്നു. അതുകൊണ്ട് വചനം പറയുന്നു, മടിയ ഉറുമ്പിന്റെ അടുക്കൽ ചെല്ലുക, അതിൻ്റെ വഴികളെ നോക്കി ബുദ്ധി പഠിക്ക. അതിന് നായകനും മേൽവിചാരകനും അധിപതിയും ഇല്ലാതിരുന്നിട്ടും, നേതാക്കന്മാർ ആരുമില്ലാതിരുന്നിട്ടും വേനൽക്കാലത്ത് തൻ്റെ ആഹാരം ഒരുക്കുന്നു. ഉറുമ്പിന് ഒരു ന്യായാധിപതിയില്ല, അതിനെ ഒരു ജഡ്ജിയില്ല, കാര്യവിചാരകൻ അതായത് ഒരു സൂപ്പർവൈസർ ഇല്ല. അധിപതി എന്ന് പറയുമ്പോൾ അവർക്കൊരു നേതാവ് ഇല്ല. എന്നാൽ അവ ഒരുമിച്ച് ജോലി ചെയ്യുന്നു. അവ ഒരുമിച്ച് ഒരു ലൈനിൽ നടക്കുന്നു. മുന്നിൽ പോകുന്ന ഉറുമ്പിനെ പിന്തുടർന്നുകൊണ്ട് പിറകെ വരുന്ന ഉറുമ്പെല്ലാം വഴിതെറ്റാതെ അതേ ലൈനിൽ തന്നെ മുൻപോട്ട് പോകുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയും. ഒരു വീഡിയോ ഞാൻ കാണുവാനിടയായി. 2 മതിലുകൾ തമ്മിൽ കടക്കുവാൻ ഇടയ്ക്കൊരു വിടവുണ്ടായിരിക്കുമ്പോൾ കുറച്ച് ഉറുമ്പുകൾ വരിവരിയായി നിന്നിട്ട് ഒരു പാലം പോലെ തയ്യാറാക്കിയിട്ട് അതിൻ്റെ മുകളിൽ കൂടി ബാക്കിയുള്ള ഉറുമ്പുകൾ കടന്നു പോകുന്നു. പരസ്പരം സഹകരിക്കുന്നു. അതുപോലെ പരസ്പരം ഒത്തുചേർന്നവ പ്രവർത്തിക്കുന്നു. നിങ്ങൾ നോക്കുക, അത് എങ്ങനെയാണ് ഒത്തൊരുമിച്ച് പ്രവർത്തിക്കുന്നത്? ഒരിടത്തു നിന്നും മറ്റൊരിടത്തേക്ക് കടന്നു പോകുന്നതിന് വേണ്ടി ആരും അവിടെ മൈക്കിൽ അനൗൺസ്മെന്റ് ചെയ്യുന്നില്ല. താഴെ വീണു പോകും, സൂക്ഷിക്കുക എന്ന് ആരും അവിടെ പറയുന്നില്ല. എനിക്ക് ഇവിടെ നിൽക്കാൻ പറ്റുന്നില്ല, എനിക്ക് അവിടെ കയറി വരണം എന്നൊന്നും മത്സരിക്കുന്നില്ല. കമോൺ, ഒരുമിച്ച് നമുക്ക് കടക്കാമെന്ന് പറഞ്ഞ് അവർ പ്രവർത്തിക്കുകയാണ്. അവർ മുൻപോട്ട് പോകുന്നു. മനുഷ്യരാണെങ്കിൽ ഒരുത്തൻ മറ്റുള്ളവനെ വലിച്ചു താഴെയിടും. അതല്ലേ ഞണ്ടുകളെപ്പോലെ. ഞണ്ടുകളെ കയറ്റുമതി ചെയ്യുമ്പോൾ നിങ്ങളത് ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഞണ്ടുകളെ കയറ്റുമതി ചെയ്യുമ്പോൾ ആ പാത്രത്തിന് അടപ്പടയ്ക്കുകയില്ല, അടപ്പ് ഉണ്ടായിരിക്കുകയില്ല. അടപ്പടയ്ക്കാതെ തന്നെയാണ് അതിനെ വിടുന്നത്. അയ്യോ, അടപ്പടച്ചില്ലെങ്കിൽ അത് അവിടുന്ന് ചാടിപ്പോവുകയില്ലേ എന്ന് പറയുമ്പോൾ അവർ പറയും, ഒന്നും ഭയപ്പെടേണ്ട കാര്യമില്ല. ഒരു ഞണ്ട് മുകളിലേക്ക് കയറുകയാണെങ്കിൽ മറ്റൊരു ഞണ്ട് പിടിച്ച് വലിച്ചു താഴെയിടും. ഒരു ഞണ്ട് മുകളിലേക്ക് കയറി രക്ഷപ്പെടാൻ നോക്കുമ്പോൾ മറ്റൊന്ന് പിടിച്ച് താഴെയിടും. അതുകൊണ്ട് അവയെ പ്രത്യേകം അടച്ചു സൂക്ഷിക്കേണ്ട കാര്യമൊന്നുമില്ല. എന്നാൽ ഇന്നുള്ള മനുഷ്യർ ഉറുമ്പുകളെപ്പോലെ ഒരുമിച്ച് പ്രവർത്തിക്കുന്നതിന് പകരമായി ഞണ്ടുകളെപ്പോലെ ആയിത്തീരുകയാണ് ചെയ്യുന്നത്. അവൻ പോവുകയില്ല, പോകുന്ന ആളുകളെ വിടുകയുമില്ല. അവൻ കയറുകയില്ല, കയറുന്നവരെ കയറ്റില്ല. അത് നീചമായ ബുദ്ധിയാണ്. എന്നാൽ യേശുക്രിസ്തുവിലുള്ള ആളുകൾ സ്നേഹമുള്ളവരാണ്, ഐക്യതയുള്ളവരാണ്, പരസ്പരം സഹകരിച്ച് പ്രവർത്തിക്കും, മറ്റുള്ളവരെ സഹായിക്കുന്ന വ്യക്തികളായിത്തീരും. ക്രിസ്തുവിലുള്ളതായ ഭാര്യാഭർത്താക്കന്മാർ ഒരുമിച്ച് ജോലി ചെയ്യും. ഇന്ന് എത്ര ആളുകളുണ്ട് ഒരുമിച്ച് ജോലി ചെയ്യുന്നവർ? വീട്ടിലെ അമ്മയെ ശ്രദ്ധിക്കുക. ഇപ്പോൾ പുതിയൊരു തരം ജോലിയുണ്ട്. ആ പുതിയ ജോലിക്ക് ശമ്പളം ഇല്ല, അവധി ദിവസങ്ങൾ ഇല്ല. തുടർച്ചയായിട്ട് ദിവസം മുഴുവനും ജോലി ചെയ്യണം. ഇരുന്നു കൊണ്ട് ജോലി ചെയ്യുവാൻ കഴിയുകയില്ല. നടന്നുകൊണ്ടും നിന്നുകൊണ്ടും ജോലി ചെയ്യേണ്ടതായിട്ട് വരും. ആ ജോലി എന്താണ്, ആ പോസ്റ്റ് എന്താണെന്ന് ചോദിച്ചപ്പോൾ പറയുകയാണ്, അതാണ് ഒരു അമ്മ ചെയ്യുന്നതായ ജോലി. ഒരു ഗൃഹനാഥ രാത്രിയും പകലും ജോലി ചെയ്തുകൊണ്ടേയിരിക്കുന്നത് കാണാം. ഭർത്താവിന്, മക്കൾക്ക് അവരുടെ വസ്ത്രങ്ങൾ കഴുകുന്നു, വെള്ളം പിടിക്കുന്നു, അതുപോലെ അവർക്കിഷ്ടമുള്ളതായ ആഹാരങ്ങൾ തയ്യാറാക്കി കൊടുക്കണം. അതുപോലെ വിശേഷ ദിവസങ്ങൾ വന്നാൽ ഒട്ടും റെസ്റ്റില്ല. വിശേഷകരമായ ആഹാരങ്ങൾ അവർക്ക് ഉണ്ടാക്കി കൊടുക്കേണ്ടതായിട്ട് വരും. അവർക്ക് അവധി ദിവസമില്ല. ഒരു അമ്മ എത്ര കഷ്ടപ്പെടുന്നുണ്ട്, ഒരു ഭാര്യ എത്രത്തോളം കഷ്ടപ്പെടുന്നുണ്ട് എന്ന് നീ ശ്രദ്ധിച്ചിട്ടുണ്ടോ? നീ ആണെങ്കിൽ ജോലിയൊക്കെ ചെയ്ത് കഷ്ടപ്പെട്ട് ട്രാഫിക്കിൽ ജാമായിട്ട് വന്നെന്നൊക്കെ പറയുന്നു. നിനക്ക് വേണ്ടി ഭാര്യ നല്ല ആഹാരമൊക്കെ തയ്യാറാക്കിയിരിക്കുമ്പോൾ നീ പറയും, എന്താണ്, ഇരിക്കുകയാണോ? പോകുമ്പോഴും ഇരിക്കുന്നു, വരുമ്പോഴും ഇരിക്കുകയാണോ? വീട്ടിലിരിക്കുന്ന നിനക്ക് എന്ത് പണിയുള്ളതാണെന്ന് നീ ചോദിക്കുന്നു. എന്നാൽ വീട്ടിൽ എത്രത്തോളം ജോലി ചെയ്യുന്നു, എത്രത്തോളം മൈൽ നടക്കുന്നു എന്ന് നീ അറിയുന്നുണ്ടോ? ഭാര്യ ജോലി ചെയ്യുന്ന സമയത്ത് ഇപ്പോഴും ആയില്ലേ, ശരിയായില്ലേ എന്ന് നീ ഇരുന്നു കൊണ്ട് പറയുകയല്ലാതെ ആ ചോറ് വിളമ്പുന്ന സമയത്ത് ആ പാത്രമൊന്ന് കഴുകിക്കൊടുക്കുകയോ അല്ലെങ്കിൽ ഏതെങ്കിലും രീതിയിൽ സഹായം ചെയ്തു കൊടുത്താൽ എന്താണ് കുഴപ്പം? നീ അവിടെ കൈ കെട്ടിയിരിക്കുമ്പോൾ നിനക്ക് പ്ലേറ്റ് കൊണ്ടുവരണം, ചോറെടുത്ത് കൊണ്ടുവരണം, കറി വിളമ്പണം, നിനക്ക് ഉപ്പെടുത്ത് കൊണ്ടുവരണം, വെള്ളം എടുത്തു കൊണ്ടുവരണം, എന്തെല്ലാം കാര്യങ്ങൾ ചെയ്തു തരണം. നീ വയർ നിറച്ച് കഴിച്ചിട്ടെഴുന്നേറ്റ് പോകും. ഇത്രയും കഷ്ടപ്പെടുന്ന ഭാര്യയെക്കുറിച്ച്, അമ്മയെക്കുറിച്ച് ചിന്തിച്ചിട്ടുണ്ടോ? നീ അവർക്കൊരു അവധി കൊടുത്തിട്ടുണ്ടോ?
ഒരു ദിവസം കൊടുക്കുക. നിനക്ക് ലീവുള്ളതായ ദിവസം നിന്റെ ഭാര്യയ്ക്കോ അമ്മയ്ക്കോ നീ അവധി കൊടുക്കുക. ഭാര്യയോട് പറയണം, ഇന്ന് നീ റെസ്റ്റ് എടുക്ക്, ഞാൻ ഇന്ന് ആഹാരം ഉണ്ടാക്കിയേക്കാം. അങ്ങനൊന്ന് പറഞ്ഞു നോക്കുക. നിന്റെ ഭാര്യ എത്രത്തോളം സന്തോഷിക്കും, നിന്നെ ആരാധിക്കുമെന്ന് നോക്കാൻ കഴിയും. അമ്മമ്മോ അല്ലേ? നീ ചെയ്യേണ്ട കാര്യമില്ല, നീ ഇങ്ങനെയൊന്ന് പറഞ്ഞാൽ മതി. നിന്റെ ഭാര്യ എത്രത്തോളം സ്നേഹിക്കുമെന്നറിയാമോ? ഇത്രത്തോളം എൻ്റെ ഭർത്താവ് മാറിയോ, എൻ്റെ കഷ്ടത മനസ്സിലാക്കുന്നു എന്ന തിരിച്ചറിവുണ്ടാകുന്നു, ഇന്ന് ലീവ് എടുക്കുക എന്ന് പറയണം. ഒരു ബ്രേക്ക് കൊടുക്കുക. അതല്ലാതെ ബന്ധുക്കാരെയും സ്നേഹിതരെല്ലാം വിളിച്ചു കൂട്ടിട്ട് അവർക്കും ആഹാരം ഉണ്ടാക്കി കൊടുക്കുവാൻ വേണ്ടി പറയരുത്. പരസ്പരം സഹായം ചെയ്യുക, പരസ്പരം സഹകരിച്ച് ജോലികൾ ചെയ്യുക. അല്ലാതെ ഭാര്യ മാത്രം ഇന്ന പണി ചെയ്യണം, ഭർത്താവ് ഇന്ന പണി, അങ്ങനെയുള്ളതായ റൂൾസ് ഒന്നും വയ്ക്കുവാനായിട്ട് പാടില്ല. ആഹാരം പാകം ചെയ്യുന്നതോ വസ്ത്രം കഴുകുന്നതോ അടുക്കിപ്പെറുക്കുന്നതോ ഇവ ആർക്കും ചെയ്യാൻ കഴിയും. അത് നിന്റെ കുടുംബമാണ്. അതുപോലെ മക്കളെ പഠിപ്പിച്ചു കൊടുക്കുക. ചിലർ മക്കളെ പഠിപ്പിച്ചു കൊടുക്കില്ല. ഇവര് വിയർപ്പൊഴുക്കി ജോലി ചെയ്തുകൊണ്ടേയിരിക്കും. അവരെന്ത് ചെയ്യും? അവരിതൊന്നും ശ്രദ്ധിക്കാതെ ഗെയിം കളിച്ചുകൊണ്ട് ഇരിക്കും. കമ്പ്യൂട്ടർ ഗെയിം. അവർ ജീവിതകാലം മുഴുവൻ പിന്നെ ഗെയിം കളിക്കുകയായിരിക്കും. കഷ്ടപ്പെടുവാൻ ശീലിക്കാത്തവൻ ജീവിതത്തിൽ വിജയിക്കുകയില്ല. ഭാര്യയും ഭർത്താവും ഒരുമിച്ച് ജോലി ചെയ്യണം, ഒരുമിച്ച് സംസാരിച്ച് പാട്ടുകൾ പാടി കർത്താവിൽ സന്തോഷിച്ച് ജീവിക്കണം. ഒരുമിച്ച് ജോലി ചെയ്യുന്നത് കൊണ്ട് നമ്മുടെ കുടുംബത്തിൽ സമൃദ്ധി ഉണ്ടാകും, നമ്മുടെ ജീവിതത്തിൽ ഒത്തൊരുമയുണ്ടാകും. നിങ്ങളത് ശീലമാക്കിയെടുക്കണം. നീ ഇന്ന പണി ചെയ്യണം, ഇന്ന പണി ചെയ്യണം എന്നുള്ള ഡ്യൂട്ടികൾ കൊടുക്കരുത്. നീ ചെയ്യുന്നത് തെറ്റാണ് എന്ന് പറയുന്നതായ ജഡ്ജിമാരായിരിക്കാൻ പാടില്ല. എല്ലാത്തിലും ഒരുമിച്ച് ചെയ്യണം. ആ ഒരു ജ്ഞാനം നിങ്ങൾ പ്രാപിച്ചെടുക്കണം. നിങ്ങളുടെ വീട്ടിലെ ജോലി ചെയ്യാൻ വേണ്ടി നിങ്ങൾ അങ്ങനെ ഒരുക്കമില്ല എങ്കിൽ ദൈവത്തിന്റെ വേല നിങ്ങൾ എങ്ങനെയാണ് ചെയ്യുന്നത്? എല്ലാവരും സ്വന്തം കാര്യങ്ങൾ മാത്രം ചെയ്യുന്നു, യേശുക്രിസ്തുവിന്റെ കാര്യങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നില്ല. ചില സഭകളിൽ ഞാൻ കണ്ടിട്ടുണ്ട്. ഞാൻ പ്രസംഗത്തിന് പോയ സമയത്ത് ശ്രദ്ധിച്ചിട്ടുള്ളതാണ്. കഴിഞ്ഞ വർഷം സെലിബ്രേഷന് ക്രിസ്മസിന് വേണ്ടി കെട്ടിയതായ ആ തോരണങ്ങൾ, അത് അവിടെ ഇവിടെ പൊട്ടി തൂങ്ങിക്കിടക്കുന്നു. അതുപോലെ അതിൽ ചുക്കിലി വലയൊക്കെ പിടിച്ച് പൊടിയും മാറാലയുമൊക്കെ ആയിട്ട് അങ്ങനെ കിടക്കുന്നത് കാണുവാൻ കഴിയും. ആലയത്തിൽ വിശ്വാസികളെല്ലാം ഒരുമിച്ചിരുന്ന് പരിശുദ്ധ ദൈവമേ എന്നൊക്കെ പാട്ടൊക്കെ പാടും. എന്നാൽ ചുറ്റുപാടും മുഴുവനും മാറാല ആയിരിക്കും. ആലയത്തെക്കുറിച്ച് ആർക്കും ശ്രദ്ധയില്ല. എന്നാൽ നിന്റെ ഭവനത്തിലാണെങ്കിലോ വാക്വം ക്ലീനർ വെച്ചടിക്കും, അല്ലെങ്കിൽ കട്ടൻസ് മാറ്റും, പെയിന്റുകൾ മാറ്റും, ഫർണിച്ചറുകളൊക്കെ മാറ്റിക്കൊണ്ടേയിരിക്കും. എന്നാൽ ആലയത്തിൻ്റെ കാര്യത്തിൽ മാത്രം ആർക്കും ഒരു ശ്രദ്ധയുമില്ല. എനിക്ക് ആലയം ഒരുപാട് ഇഷ്ടമാണ്. എൻ്റെ 10 വർഷത്തോളം എൻ്റെ ജീവിതം മുഴുവനും ആലയത്തിലായിരുന്നു. ആ കോമ്പൗണ്ടിലായിരുന്നു എൻ്റെ യൗവനകാലം മുഴുവനും ഞാൻ ചിലവഴിച്ചിരുന്നത്. 1/2 ഏക്കർ ഉണ്ടായിരിക്കുന്നതായ ആ കോമ്പൗണ്ടിലായിരുന്നു ഞാൻ കൂടുതൽ കാലവും ചിലവഴിച്ചിരുന്നത്. ആരും എന്നോട് പറഞ്ഞില്ലെങ്കിലും ശരി, ഞാൻ തന്നെ ചെന്നിട്ട് ആലയം വൃത്തിയാക്കുമായിരുന്നു. മരങ്ങൾ ഒക്കെ വച്ചുപിടിപ്പിച്ച് മനോഹരമാക്കുമായിരുന്നു. അതുപോലെ പെയിന്റ് മോശമായി തീർന്നാൽ എൻ്റെ പോക്കറ്റ് മണി കൊണ്ട് ഞാൻ പെയിന്റ് അടിപ്പിക്കുമായിരുന്നു. ആലയത്തിന് വേണ്ടി കരുതുന്നവരെ ദൈവം സ്നേഹിക്കുന്നു എന്ന് ഇന്നെനിക്ക് മനസ്സിലായി. കാരണം ദൈവം ഇന്ന് എന്നെ അനുഗ്രഹിച്ചിരിക്കുന്നു. ദൈവിക കാര്യങ്ങൾ ചെയ്യുന്നതിന് വേണ്ടി സഭ ഒരുമിച്ച് പ്രവർത്തിക്കണം. ഇതെൻ്റെ പണിയല്ല, ഇതെനിക്കറിയില്ല, അതെങ്ങനെ ചെയ്യണം എന്നെനിക്കറിയില്ല എന്ന് പറയാൻ പാടില്ല. ഇങ്ങനെ പറയുന്നവർ ദൈവത്തിന് കൊള്ളാവുന്നവരല്ല. ഒരു ക്രിസ്തീയ വിശ്വാസി എന്തും ചെയ്യുവാനായിട്ട്, പാപം ഒഴികെ എന്തും ചെയ്യുവാനായിട്ട് ഒരുക്കമുള്ളവനായിരിക്കണം. ഏത് പണി ചെയ്താലും കുഴപ്പമില്ല. അവൻ ചെയ്യുന്ന എല്ലാ വേലയ്ക്കും ദൈവം പ്രതിഫലം കൊടുക്കും. ഉറുമ്പുകൾ ചെറുതാണെങ്കിലും അത് കഷ്ടപ്പെടുന്നു. വേനൽക്കാലത്ത് അതിൻ്റെ ആഹാരം അത് ഒരുക്കുന്നു. അതിന് മനസ്സിലാകുന്നു, മഴ വരാൻ പോവുകയാണ്, തണുപ്പ് വരാൻ പോവുകയാണ്, നമുക്ക് വെളിയിലിറങ്ങാൻ കഴിയില്ല. അതുകൊണ്ട് അവ ആഹാരം മാറ്റിവെക്കുകയാണ് ചെയ്യുന്നത്. വചനം കുറയാൻ പോകുന്നു ലോകത്തിൽ. നിങ്ങൾക്കറിയാമോ, ലോകത്തിൽ ഇരുട്ട് വരാൻ പോകുന്നു. ആ സമയത്ത് ചെയ്യുവാൻ ആഗ്രഹിച്ചാലും ചെയ്യുവാൻ കഴിയില്ല. എന്തെങ്കിലും ചെയ്യണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ നീ ഇപ്പോൾ തന്നെ അത് ചെയ്യണം. നീ വൃദ്ധനായ ശേഷം ബൈബിൾ വായിക്കാമെന്ന് വെച്ചാൽ അത് നടക്കില്ല. നിനക്ക് മുഴങ്കാൽ മടക്കി പ്രാർത്ഥിക്കാൻ കഴിയില്ല. സുവിശേഷ വേല ചെയ്യാൻ വേണ്ടി നിന്റെ ആരോഗ്യം അനുവദിക്കില്ല. നിന്റെ കൈകാലുകൾക്ക് ബലം കാണില്ല. നിനക്ക് ക്ഷീണമായിരിക്കും. നിന്റെ യൗവനത്തിൽ തന്നെ നിന്റെ സൃഷ്ടിതാവിനെ ഓർത്തുകൊള്ളുക. അതുകൊണ്ട് ഇപ്പോൾ യൗവനത്തിൽ നീ വിതയ്ക്കുകയാണെങ്കിൽ വാർദ്ധക്യത്തിൽ കൊയ്യുവാനിടയാകും. ഈ സമയം നിന്റെ ഹൃദയത്തിൽ ദൈവത്തിന്റെ വചനത്താൽ നീ നിറച്ചാൽ വാർദ്ധക്യത്തിൽ നീ ഫലം കായ്ക്കാനിടയാകും. ഉറുമ്പിനെ കണ്ട് പഠിക്കുക. അവ പരസ്പരം ഐക്യതയോടെ ജീവിക്കുന്നു, ഐക്യതയോടുകൂടി തന്നെ പ്രവർത്തിക്കുന്നു. അടുത്തത് കുഴിമുയൽ. എന്താണ്? ശക്തിയില്ലാത്ത ജാതിയെങ്കിലും എവിടെയാണ്? അത് പാറയിൽ തന്റെ പാർപ്പിടം ഉണ്ടാക്കുന്നുവെന്ന് എഴുതിയിരിക്കുന്നു. കുഴിമുയലിനെ കണ്ടിട്ടില്ലേ? വളരെ മൃദുവായ ജീവിയാണത്.
ശാന്തമായിരിക്കുന്ന ജീവി. അവയ്ക്ക് ശത്രുക്കളെ എതിർക്കുവാൻ വേണ്ടി പല്ലുകളോ കൊമ്പുകളോ വലിയ തേറ്റകളോ ഒന്നുമില്ല. ശത്രു അതിൻ്റെ മേൽ ചാടി വീണാൽ രക്ഷപ്പെട്ടു പോകാനുള്ള ശക്തിയില്ല, ബലമില്ലാത്തവയാണ്. എന്നാൽ ശത്രു വരികയാണെങ്കിൽ അത് ഓടിപ്പോകും. എവിടേക്കാണ്? പാറകളുടെ പിളർപ്പിൽ പോയി ഒളിക്കും. പാറയുടെ മറവിൽ ചെന്നിട്ട് അവ ഒളിച്ചിരിക്കുവാൻ ഇടയാകും. നമുക്കും ഈ ലോകത്തിലായിരിക്കുമ്പോൾ പിശാചിനെ ജയിക്കുന്നതിന് വേണ്ടി ലോകസംബന്ധമായ ആയുധങ്ങൾ ഒന്നും തന്നെ ഇല്ല. നിന്നെ ആരെങ്കിലും ചീത്ത വിളിക്കുകയാണെങ്കിൽ അവരെ എങ്ങനെയാണ് നീ എതിർക്കുന്നത്? നീയും അവരെ ചീത്ത വിളിക്കുമോ? അവർ അടിച്ചാൽ നീ തിരിച്ചടിക്കുമോ? വഴക്കുണ്ടാക്കിയാൽ നീയും വഴക്കുണ്ടാക്കുമോ? നീ എന്താണ് ചെയ്യുന്നത്? അങ്ങനെ ചെയ്താൽ നിന്റെ മനസ്സാക്ഷി അല്ലെങ്കിൽ നിന്റെ വിശ്വാസം നഷ്ടപ്പെടാനിടയാകും. ശത്രു നമ്മളെ എതിർക്കുന്നതായ സമയത്ത് നാം എന്താണ്? തിരികെ അതിനെ എതിർക്കാതെ പാറയിൽ ആശ്രയം പ്രാപിക്കണം. ഏത് പാറയാണ്? ക്രിസ്തുവാകുന്ന പാറ. പാറയും കല്ലും രണ്ടും രണ്ടാണ്. പാറ വേറെയാണ്, കല്ല് വേറെയാണ്. ക്രിസ്തു പാറയാണ്, ഒരു വലിയ പർവ്വതമാണ്. അതുകൊണ്ടാണ് ദാവീദ് പറഞ്ഞത്, അവനാകുന്നു എൻ്റെ പാറ, എൻ്റെ സങ്കേതം, എൻ്റെ ശൈലം, അവൻ എൻ്റെ കോട്ടയാണ്. ഞാൻ ആശ്രയിക്കുന്നത് അവനിലാണ്. ആപത്ത് കാലത്ത് ഞാൻ അവനിൽ മറഞ്ഞിരിക്കും. ശത്രു എന്നെ എതിർക്കുന്നതായ സമയത്ത് ഞാൻ കർത്താവിൽ മറഞ്ഞിരിക്കുന്നു. എല്ലാ വിശ്വാസികളും അത് ശീലിക്കേണ്ടതാണ്. കോഴി തൻ്റെ കുഞ്ഞുങ്ങളെ ചിറകടിയിൽ കാത്തു സൂക്ഷിക്കുന്നത് പോലെ ഞാനും നിങ്ങളെ കാത്തു സൂക്ഷിക്കുകയില്ലേ? പരുന്തിൻ്റെ ദൃഷ്ടിയിൽ നിന്ന്, പരുന്തിൻ്റെ പിടിയിൽ നിന്ന് കോഴിക്ക് കുഞ്ഞുങ്ങളെ എങ്ങനെയാണ് രക്ഷപ്പെടുത്തുവാൻ കഴിയുന്നത്? അങ്ങനെ രക്ഷപ്പെടുത്തുവാൻ കഴിയുമോ? അത് വളരെ ദൂരെയായിരിക്കുന്നതായ സമയത്ത് കാണുമ്പോൾ കോഴി ഒരു ശബ്ദം പുറപ്പെടുവിക്കും. അപ്പോഴെന്ത് സംഭവിക്കും? അവിടെയും എവിടെയും നിൽക്കുന്ന കോഴിക്കുഞ്ഞുങ്ങളെല്ലാം ഓടി വന്നിട്ട് അമ്മയുടെ ചെറുകിൻ്റെ അടിയിൽ കയറും. ചില കോഴിക്കുഞ്ഞുങ്ങൾ ചുണ്ട് വെളിയിലിട്ടിട്ട് ഇങ്ങനെ നോക്കുന്നത് കാണാം. കണ്ടിട്ടില്ലേ? ഞാൻ എൻ്റെ അമ്മയുടെ അടുത്താണ്, നിനക്കൊന്നും ചെയ്യാൻ കഴിയത്തില്ല, പോ എന്നാണ് പറയുന്നത്. എന്താണ്? അവൻ്റെ ചെറുകടിയിലായിരിക്കുന്നതുകൊണ്ട് നമുക്ക് ഒരു ആപത്തും ഉണ്ടാകില്ല. നാം അത് മനസ്സിലാക്കിയെടുക്കേണ്ടതാണ്. നമ്മുടെ മക്കളെ ദൈവത്തെങ്കിലേക്ക് ഓടിച്ചെല്ലുവാൻ ശീലിപ്പിക്കണം, മനുഷ്യരുടെ അടുക്കലേക്കല്ല. സദാം ഹുസൈൻ സ്വന്തം മക്കൾ മരിക്കുന്ന സമയത്ത് പോലും അദ്ദേഹം വെളിയിൽ വരുവാനിടയായില്ല. അദ്ദേഹം ഒരു ഗർത്തത്തിൽ ചെന്നിട്ട് പണമൊക്കെ ആയിട്ട് അവിടെ ഒളിച്ചിരിക്കുകയാണ് ചെയ്തത്. ബുള്ളറ്റ് പ്രൂഫൊക്കെ ഇട്ട് ഇരിക്കുകയായിരുന്നു. എന്താണ്? അവിടെ നിന്നും പൊക്കിയെടുത്തിട്ട് അദ്ദേഹത്തെ ശിക്ഷിച്ചു. എവിടെ ഒളിക്കുവാൻ കഴിയും? മനുഷ്യൻ എവിടെ ഒളിക്കാൻ കഴിയും? എന്നാൽ കർത്താവിൻ്റെ ചെറുകടിയിലായിരിക്കുന്നവർക്ക് ദോഷമുണ്ടാകില്ല. വലിയ ആപത്തിൽ നിന്ന് രക്ഷപ്പെടണമെങ്കിൽ, ദൈവത്തിൻ്റെ കോപത്തിൽ നിന്ന് രക്ഷപ്പെടണമെങ്കിൽ എന്താണ് നമുക്ക് ആശ്രയം നൽകുന്നതായി? കർത്താവിൽ അഭയം പ്രാപിക്കണം. ഒരു വീട്ടിൽ വലിയൊരു തീപിടുത്തമുണ്ടായി. ഒരുപാട് ജീവികൾ, വസ്തുവകകളെല്ലാം നഷ്ടപ്പെടാനിടയായി. ആ യജമാനൻ തീ അണച്ചണച്ച് ഇനിയും എന്തെങ്കിലും സാധനങ്ങൾ എടുത്തു മാറ്റാനുണ്ടോ എന്ന് നോക്കുമ്പോൾ ഒരിടത്തൊരു കോഴി ഇരിക്കുകയാണ്. അത് ചിറക് വിരിച്ച് അങ്ങനെ തന്നെ ഇരിക്കുകയാണ്. അത് തീവന്ത് പൊള്ളി അവിടെ തന്നെ ചത്തിരിക്കുകയാണ്. അതിനെ തട്ടിയപ്പോൾ കിച്ചു കിച്ചെന്ന് പറഞ്ഞ കോഴിക്കുഞ്ഞുങ്ങളെല്ലാം വെളിയിൽ വരുവാനിടയായി. അതായത് അതിൻ്റെ ശരീരം വെന്തു പോകുന്നതായ ആ സമയത്തും ആ ചിറകടിയിൽ തൻ്റെ കുഞ്ഞുങ്ങളെ ആക്കിയിട്ട് അത് ഓടി രക്ഷപ്പെടാതെ മരണം വരെയും അവിടെ തന്നെ ഇരുന്നു. നമ്മുടെ കർത്താവ് അതാണ് നമുക്ക് വേണ്ടി ചെയ്തത്. നമ്മെ സകല ആപത്തിൽ നിന്നും, അനർത്ഥത്തിൽ നിന്നും, ശാപത്തിൽ നിന്നും രക്ഷിക്കുവാൻ അവൻ്റെ ചിറകിൻ്റെ കീഴിൽ ഒളിപ്പിച്ചിരിക്കുകയാണ്. അവനെ സ്വീകരിച്ചാൽ നമ്മുടെ കുടുംബത്തിന്, നമ്മുടെ ആത്മാവിന്, നമ്മുടെ ജീവിതത്തിൽ അത് ക്ഷേമമാണ്. മുയലിനെ സംബന്ധിച്ച് അതിന് ശക്തിയില്ല, എന്നാൽ ശത്രു വരുന്ന സമയത്ത് പാറയുടെ മറവിൽ അത് ഒളിക്കും. അതുപോലെ നമുക്കും ആപത്ത് കാലത്ത് യേശു ക്രിസ്തുവിൽ മറഞ്ഞിരിക്കാം. പ്രാർത്ഥന. ഉറുമ്പ് പഠിപ്പിക്കുന്നതായ പാഠം ഞാൻ പഠിച്ചുകൊണ്ട് എൻ്റെ കുടുംബത്തിന് വേണ്ടി കഷ്ടപ്പെടുവാൻ, കുടുംബവുമായിട്ട് ചേർന്ന് നിന്നുകൊണ്ട് പ്രവർത്തിക്കുവാനും, അതുപോലെ കർത്താവിൻ്റെ വേലയിൽ ഒരുമിച്ച് നിന്ന് പ്രവർത്തിക്കുവാനും എന്നെ സഹായിക്കണമേ. ഒരു ക്ഷാമകാലം വരാൻ പോകുന്നു. കഷ്ടതയുടെ കാലം വരുന്നതിന് മുൻപ് തന്നെ ദൈവത്തിൽ ആശ്രയിച്ച് ദൈവത്തിൻ്റെ വചനത്തെ ഗ്രഹിച്ച് മുന്നോട്ട് പോകുവാനായിട്ട് കൃപ കൊടുക്കണമേ. കുഴിമുയലുകൾ ബലമില്ലാത്ത ജീവികളാണ്. അവയ്ക്ക് പോരാടാനുള്ള ശക്തിയില്ല. എന്നാൽ ശത്രു വരുമ്പോൾ പാറയുടെ മറവിൽ ഒളിക്കും. അങ്ങനെ കർത്താവേ, ഞങ്ങളുടെ ജീവിതത്തിലും ഈ ലോകത്തിൽ നിന്ദകളുണ്ടാകുമ്പോൾ, അപമാനങ്ങളുണ്ടാകുമ്പോൾ, പിശാച് ഞങ്ങൾക്കെതിരെ തിരിയുന്ന സമയം
പോരാട്ടങ്ങൾ ഉണ്ടാകുമ്പോൾ നിന്നിൽ ആശ്രയിച്ച് നിന്നിലേക്ക് തിരിയാനുള്ളതായ നിന്റെ ചിറകിൻ്റെ അടിയിൽ ഒളിഞ്ഞിരിക്കാനുള്ള കൃപ നൽകണമേ. കഷ്ടകാലത്ത് എന്നെ വിളിച്ചപേക്ഷിക്കുക, ഞാൻ നിനക്ക് ഉത്തരം നൽകാമെന്ന് കർത്താവ് പറഞ്ഞല്ലോ. ഞങ്ങൾക്ക് കഷ്ടതയുടെ സമയത്ത് നിന്നെ വിളിച്ചപേക്ഷിക്കാനുള്ളതായ കൃപ നൽകണമേ. സ്വന്തം ബലത്തിൽ ആശ്രയിക്കാതെ നിന്നിൽ ആശ്രയിച്ചുകൊണ്ട് പിശാചിനെ പരാജയപ്പെടുത്താനുള്ള കൃപയ്ക്കു വേണ്ടി കർത്താവിനോട് ചോദിക്കാം. പരിശുദ്ധനായ സ്നേഹമുള്ള പിതാവേ, ഈ കൂട്ടത്തിലായിരിക്കുന്ന നിന്റെ മക്കളെ എല്ലാം ശ്രദ്ധിക്കണമേ. ഇവരുടെ ആഗ്രഹങ്ങളെ നീ അറിയുന്നല്ലോ. പലവിധമായ ഭാരത്താൽ ആവശ്യങ്ങളാൽ വന്നതായ വ്യക്തികളുണ്ട്. അവർ അങ്ങനെ തന്നെ തിരികെ പോകുവാൻ പാടില്ലപ്പാ. നിന്റെ സന്നിധിയിൽ അവയെ ഇറക്കി വെച്ചിട്ട് പോകുവാനായിട്ട്, നിന്റെ സന്നിധിയിൽ വിടുതൽ പ്രാപിച്ചു കൊണ്ടുപോകുവാൻ, നീ നൽകുന്ന ധൈര്യം പ്രാപിച്ചുകൊണ്ട്, നീ നൽകുന്ന ദൈവിക സമാധാനം പ്രാപിച്ചുകൊണ്ട്, നീ നൽകുന്ന ദൈവിക ജ്ഞാനം പ്രാപിച്ചുകൊണ്ട് പോകുവാൻ പരിശുദ്ധാത്മാവിനാൽ ഞങ്ങളെ ശക്തീകരിക്കണമേ. ആരുടെയൊക്കെ ജീവിതത്തിലാണ് പരാജയങ്ങൾ ഉള്ളത്, ഇന്നു മുതൽ ഞാൻ നിന്നെ അനുഗ്രഹിക്കും എന്നുള്ളതായ ദൈവത്തിന്റെ വാഗ്ദത്തം അവരിൽ നിറവേറാൻ സഹായിക്കണമേ. ആരുടെയൊക്കെ ജീവിതത്തിലാണോ വിരക്തി ഉണ്ടായിരിക്കുന്നത്, എനിക്കിനി കുഞ്ഞുങ്ങളുണ്ടാകില്ല, ഈ അപമാനം സഹിക്കാൻ എനിക്ക് കഴിയില്ല എന്ന് നിരാശയിലായിരിക്കുന്ന വ്യക്തികളുടെ ജീവിതത്തിൽ ഇന്നു തന്നെ ഒരു അത്ഭുതം ചെയ്യുമാറാകണമേ. ഇതാ ഞാൻ നിങ്ങൾക്ക് വേണ്ടി പുതിയ ഒരു കാര്യം ചെയ്യുവാൻ പോകുന്നു, ഇപ്പോൾ തന്നെ അത് പുറപ്പെട്ടു വരുന്നു, അത് നടത്തുവാൻ സഹായിക്കണമേ. കർത്താവേ, ഈ ദിവസം സാമ്പത്തിക ബുദ്ധിമുട്ടുകളിൽ, കടബാധ്യതകളിൽ അകപ്പെട്ടിട്ട് എന്തു ചെയ്യണമെന്ന് അറിയുവാൻ കഴിയാതെ ഒരുപാട് ശ്രമങ്ങൾ നടത്തി പരാജിതരായിരിക്കുന്ന വ്യക്തികളെ ഒരു നിമിഷം നീ നോക്കുമാറാകണമേ. അവരോട് മനസ്സറിയണമേ, അവർക്കൊരു വിടുതൽ കൊടുക്കണമേ. ഉണർവോടുകൂടി, പ്രത്യാശയോടുകൂടി, ശക്തിയോടുകൂടി ജോലി ചെയ്യാൻ ആവശ്യമായ കൃപ, അധ്വാനിക്കാൻ ആവശ്യമായ കൃപ അവർക്ക് കൊടുക്കണമേ. എൻ്റെ ദൈവം എനിക്ക് നന്മ ചെയ്തിരിക്കുന്നു, ഒരു അത്ഭുതം ചെയ്തിരിക്കുന്നു. അവനെൻ്റെ പ്രാർത്ഥന കേട്ടിരിക്കുന്നു, എൻ്റെ കുടുംബത്തിൻ്റെ കഷ്ടതയെ എടുത്തു മാറ്റിയിരിക്കുന്നു, എൻ്റെ കുടുംബത്തെ അനുഗ്രഹിച്ചിരിക്കുന്നു എന്നുള്ളതായ വിശ്വാസത്തോടുകൂടി കടന്നുപോയിട്ട് സാക്ഷ്യം പറയാൻ ആവശ്യമായ കൃപ എല്ലാവരുടെയും ജീവിതത്തിൽ കൊടുക്കുമാറാകണമേ. യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു പിതാവേ. നമ്മുടെ പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പുത്രനായ യേശുക്രിസ്തുവിൻ്റെ കൃപയും ആശ്വസിപ്പിച്ച് വഴി നടത്തുന്ന പരിശുദ്ധാത്മാവിന്റെ കൂട്ടായ്മയും സഹവാസവും നാം ഓരോരുത്തരോടും നാം പ്രാർത്ഥിച്ച സകല വിഷയങ്ങളോടും ഇന്നു മുതൽ എന്നേക്കും ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ, ആമേൻ, ആമേൻ. യേശുവേ, 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 യേശുവേ. നിന്നെ നിന്നെ എന്നും ഞാൻ സേവിക്കും, നീ മാത്രം രാജാവെന്നും. നിന്നെ നിന്നെ എന്നും ഞാൻ സേവിക്കും, നീ മാത്രം രാജാവെന്നും. യേശുവേ, 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 യേശുവേ.